ബുദ്ധിമാനായ കൃഷിക്കാരൻ. ഒരിടത്തൊരിടത്ത് രണ്ടു കർഷകർ ഉണ്ടായിരുന്നു, രാമുവും ദാമുവും. അവർ രണ്ടുപേരും ദരിദ്രർ ആയിരുന്നു. ഒരു നേരത്തെ ആഹാരത്തിനു പോലും അവർ കഷ്ടപ്പെട്ടിരുന്നു. കുട്ടികൾ വിശന്നു കരയുന്നത് നോക്കി നിൽക്കാനേ അവർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. അവർ രാജാവിനെ കണ്ടു സങ്കടം പറഞ്ഞു. പ്രജകളുടെ ക്ഷേമത്തിൽ തൽപരനായ ആ നല്ല രാജാവ് അവർക്ക് 10 ചാക്ക് നെല്ല് വീതം നൽകി. രാമുവും ദാമുവും സന്തോഷത്തോടെ വീട്ടിൽ തിരിച്ചെത്തി. രാമു കൂട്ടുകാരെയും ബന്ധുക്കളെയും വിളിച്ചു വിരുന്നു നൽകി. വിരുന്നിനു വന്നവരെല്ലാം രാമുവിനെ പുകഴ്ത്തുകയും വിരുന്നു നൽകാത്ത ദാമുവിനെ കളിയാക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ടു പൊങ്ങച്ചക്കാരനായ രാമു സന്തോഷിച്ചു. ദാമുവാകട്ടെ ആ നെല്ലിൽ കുറച്ചെടുത്തു കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. കുറച്ചു നെല്ല് നൽകി ഒരു കാളയെ വാടക്കെടുത്തു കൃഷി നിലം ഉഴുതുമറിച്ചു, നെല്ല് പാകി. ദാമുവിന്റെ കൃഷി നന്നായി വന്നു. പിന്നെയും പിന്നെയും കൃഷി ചെയ്തു ദാമു ആ നാട്ടിലെ പണക്കാരനായി മാറി. ദാമു നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വിരുന്നു നൽകി. എല്ലാവരും ദാമുവിനെ പുകഴ്ത്തി. പക്ഷേ ദാമു എല്ലാത്തിനും ദൈവത്തിനും സഹായിച്ച രാജാവിനും വിരുന്നിനെത്തിയ എല്ലാവർക്കും നന്ദി പറഞ്ഞു. എല്ലാവർക്കും ദാമുവിനെ ഒരുപാടിഷ്ടമായി. ദരിദ്രനായ രാമുവിനെ ആരും കണ്ട ഭാവം പോലും കാണിച്ചില്ല. തന്നെ സഹായിച്ച രാജാവിനെ ചെന്ന് കണ്ടു വില കൂടിയ സമ്മാനങ്ങൾ നൽകാനും ദാമു മറന്നില്ല. ബുദ്ധിമാനായ ദാമുവിനെ രാജാവ് ഗ്രാമത്തലവനായി വാഴിച്ചു. പഴയ കൂട്ടുകാരനായ രാമുവിന് കൃഷി ചെയ്യാനുള്ള സഹായവും ദാമു നൽകി. ഒപ്പം ഒരു ഉപദേശവും, വിത്തെടുത്തു ഉണ്ണരുത്. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? നമ്മുടെ സമയവും പണവും നമ്മൾ ദാമുവിനെ പോലെയാണോ ചിലവാക്കുന്നത്? ആലോചിച്ചു നോക്കൂ. വലിയ നേട്ടങ്ങൾ നേടാന് ചെറിയ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കാന് മനസ്സുണ്ടാവണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ അവസാനം വരെ കണ്ടതിനു നന്ദി.